ഇറാൻ നേവിയുടെ കപ്പൽ അമേരിക്കയുടെ ടോർപിഡോ തകർത്തു എന്ന് പറഞ്ഞാൽ 1945 ശേഷം ഇത് ആദ്യമായിട്ടാണ് അമേരിക്ക ഇത്തരം ഒരു ആക്രമണം നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ 1945 ശേഷം, അപ്പോൾ മുമ്പ് എപ്പോഴും ഇത്തരം ആക്രമണം നടന്നു എന്നല്ലേ? 1945 ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിന്റെ കഥ അത് പറയാം. അതായത് 1945 ഓഗസ്റ്റ് 14 ഏറ്റവും ഒടുവിൽ ഇതുപോലെ ഒരു അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ കൊണ്ട് അമേരിക്ക ആക്രമണം നടത്തി കപ്പലുകൾ തകർത്തത്. അത് ജപ്പാന്റെ കപ്പലുകളും ഒക്കെയാണ് തകർത്തത്. ആ കഥയാണ് പറയുന്നത്. അത് ജപ്പാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ആ ദിവസമാണ് ഈ സംഭവങ്ങൾ നടന്നത്. അപ്പോൾ 2 അമേരിക്കയുടെ അന്തർവാഹിനികൾ 3 ജപ്പാന്റെ 3 യുദ്ധക്കപ്പലുകളെ മുക്കി. ആ ദിവസങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 3 ജപ്പാന്റെ യുദ്ധക്കപ്പലുകളെ അമേരിക്കയുടെ 2 അന്തർവാഹിനികൾ ആ ദിവസം മുക്കി. 1945 ഓഗസ്റ്റ് 14. അതിനുശേഷം ഇപ്പോഴാണ് ടോർപിഡോ ഉപയോഗിച്ച് അമേരിക്കയുടെ ഒരു അന്തർവാഹിനി കപ്പലിനെ മുക്കുന്നത്. ഇതാണ് സൈനിക ചരിത്രം. അപ്പോൾ പസഫിക് സമുദ്രത്തില് 2ാം ലോക യുദ്ധത്തിന്റെ അവസാന ഘട്ടം ആണ് അത്. ഈ ജപ്പാന്റെ ഷിപ്പിങ്ങിനെ മൊത്തത്തിൽ ചരക്ക് കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, ഇതിനെയൊക്കെ അമേരിക്ക താറുമാറാക്കിയിരുന്നു. ഈ അവസാനത്തെ കപ്പലുകളാണ് ഈ മുക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ അമേരിക്കയുടെ അന്തർവാഹിനികൾ വിജയം കൊയ്ത സംഭവമാണ് അത്. ഇമ്പീരിയൽ ജപ്പാൻ നേവി, ഇമ്പീരിയൽ ജാപ്പനീസ് നേവിയുടെ നേവി പൊതുവെ, അതായത് അന്ന് രാജാവ് ഭരിക്കുകയാണല്ലോ, ചക്രവർത്തിമാര്, ഹിരോഹിതോ ചക്രവർത്തിമാരുടെ ഒക്കെ. അപ്പോ ഇമ്പീരിയൽ ജാപ്പനീസ് നേവി അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ പൊതുവെ ജപ്പാന്റെ നേവി തകർന്നു കഴിഞ്ഞ് അവശിഷ്ട കപ്പലുകളുണ്ടല്ലോ, അതാണ് ഈ അന്തർവാഹിനി ഉപയോഗിച്ച്, ടോർപിഡോ ഉപയോഗിച്ച് അമേരിക്ക മുക്കുന്നത്. അതുകൊണ്ട് അതിനെ VJ ഡേ എന്നാണ് പറഞ്ഞിരുന്നത്. വിക്ടറി ജപ്പാൻ ഡേ എന്നാണ് പറഞ്ഞിരുന്നത്. ഓഗസ്റ്റ് 14 അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ പ്രഖ്യാപിച്ചു, ജപ്പാൻ കീഴടങ്ങിയിരിക്കുന്നു പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള മുക്കലാണ് ഈ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇര ജപ്പാന്റെ അന്തർവാഹിനി ആയിരുന്നു. അതിന് മുക്കിയത് USS സ്പൈക്ക് ഫിഷ് എന്ന യുദ്ധക്കപ്പലാണ്. അമേരിക്കയുടെ USS സ്പൈക്ക് ഫിഷ് എന്ന കപ്പൽ. സ്പൈക്ക് ഫിഷ് 1944 ജൂണിൽ കമ്മീഷൻ ചെയ്ത കപ്പലായിരുന്നു. 1 കൊല്ലം മുമ്പ് മാത്രം വെള്ളത്തിലിറങ്ങിയ കപ്പലാണ്. ബലാവോ ക്ലാസ്സിൽപ്പെട്ട കപ്പല്. അത് ഏറ്റവും വലിയ കപ്പലുകളുടെ ക്ലാസ്സാണ് ഈ ബലാവോ ക്ലാസ് എന്ന് പറയുന്നത്. 1526 ടൺ ആയിരുന്നു കേവ് ഭാരം, 311 അടി നീളം. ഇപ്പോൾ അത് ബാൾട്ടിമോറിൽ ഈ ഷിപ്പ് കളക്ഷൻ ഉണ്ട്, അമേരിക്കയിൽ ബാൾട്ടിമോർ. ആ ഷിപ്പ് കളക്ഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ പുരാവസ്തുവൊക്കെ പോലെ. ഓഗസ്റ്റ് 13 രാത്രി ഈ അന്തർവാഹിനി, ജപ്പാന്റെ ഇമ്പീരിയൽ ജാപ്പനീസ് നേവിയുടെ അന്തർവാഹിനി I-37, അതാണ് അന്തർവാഹിനി I-37, ഈസ്റ്റ് ചൈന സീയിൽ പൊന്തി അടിയിൽ നിന്ന് മുകളിലേക്ക് വന്നു. ജപ്പാന്റെ അന്തർവാഹിനി I-373 അത് 1945 ഓഗസ്റ്റ് 13 പാതിരയ്ക്ക് പൊന്തി. ഷാങ്ഹായിക്ക് തെക്ക് കിഴക്ക്, ചൈനയിലെ ഷാങ്ഹായിക്ക് തെക്ക് കിഴക്ക് ആണ് പൊന്തിയത്. അപ്പോൾ ഈ സൈന്യത്തിന്
സൈന്യത്തിൻ്റെ ട്രാൻസ്പോർട്ട്, ഭടന്മാരെ കൊണ്ടുപോകുന്ന പണി, പിന്നെ സപ്ലൈസ്, ഭക്ഷണം മരുന്നൊക്കെ എത്തിക്കൽ, ഇതാണ് ഈ അന്തർവാഹിനി നിർവഹിച്ചു കൊണ്ടിരുന്നത്. രാത്രി 8:10 അമേരിക്കൻ കപ്പൽ ഇതിനെ റഡാറിൽ കണ്ടു, ഈ അന്തർവാഹിനിയെ കണ്ടു. എന്നിട്ട് അപ്പോൾ അന്തർവാഹിനി മുങ്ങി, ജപ്പാന്റെ അന്തർവാഹിനി മുങ്ങി. പാതിര കഴിഞ്ഞ് വീണ്ടും റഡാർ കോണ്ടാക്ട് ഉണ്ടായി, കണ്ടു. പുലർച്ചെ 4:24 ഈ സ്പൈക്ക് ഫിഷ് എന്ന് പറഞ്ഞ അമേരിക്കൻ കപ്പൽ 6 MK-14 എന്നാണ് ടോർപിഡോയുടെ പേര്. MK-14 ഇതേ വിഭാഗത്തിൽപ്പെട്ട ടോർപിഡോ ആണ് ഇപ്പൊ ശ്രീലങ്കയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. MK-14 എന്ന് പറയുന്ന 6 ടോർപിഡോ പ്രയോഗിച്ചു. 1300 വാര അകലെ നിന്നാണ് ഈ ടോർപിഡോകൾ പ്രയോഗിച്ചത്. 2 ടോർപിഡോയിൽ 2 ആ അന്തർവാഹിനിയെ, ജപ്പാന്റെ അന്തർവാഹിനിയെ ഹിറ്റ് ചെയ്തു, അതിനെ മുക്കി. 5 പേര് അതിജീവിച്ചു, അതിലുണ്ടായിരുന്ന നാവികർ. ആ 5 പേരെ യുദ്ധത്തില് ടോർപിഡോ തകർത്തു കഴിഞ്ഞാലൊക്കെ ഈ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ജനീവ കൺവെൻഷനും ഒക്കെ ഉണ്ടല്ലോ. 5 പേര് സർവൈവേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെ രക്ഷിക്കാൻ പോയപ്പോ വേണ്ട എന്ന് പറഞ്ഞു ഇവര് നാവികർ, നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഒരാളെ ബലമായി രക്ഷിച്ചു കൊണ്ടുപോയി അമേരിക്കൻ സ്പൈക്ക് ഫിഷ് എന്ന് പറഞ്ഞ കപ്പല്. 84 പേര് കൊല്ലപ്പെട്ടു. ഇതാണ് പ്രധാനപ്പെട്ടൊരു ഇതിനു മുമ്പത്തെ അന്തർവാഹിനി മുക്കൽ. അതിന് മുമ്പത്തെ ദിവസങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നു. USS ടോർസ്ക് എന്ന് പറഞ്ഞ അന്തർവാഹിനി, അത് അന്തർവാഹിനി തന്നെ, കപ്പലല്ല. USS ടോർസ്ക് 1944 ഡിസംബർ മുതൽ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇസുഷിമ കടലിടുക്കില് ഉണ്ടായിരുന്നു. അത് കൊറിയയ്ക്കും ജപ്പാനിനും ഇടയ്ക്കാണ് ഇസുഷിമ കടലിടുക്ക്. ഓഗസ്റ്റ് 14 ജപ്പാന്റെ കാർഗോ ഷിപ്പ്, ചരക്ക് കപ്പൽ CD-47 ഈ അമേരിക്കൻ അന്തർവാഹിനി ടോർസ്ക് കണ്ടു. നമ്മളിപ്പോൾ പറയുന്ന കഥ ഒരു അന്തർവാഹിനി ഒരു ചരക്ക് കപ്പലിനെ മുക്കുന്നതാണ്. ഇത് തിരിച്ചാണ്. അപ്പോൾ ഓഗസ്റ്റ് 14 ജപ്പാന്റെ ചരക്ക് കപ്പൽ CD-47 കണ്ടു. മൈസൂരു എന്ന് പറഞ്ഞ മേഖലയിൽ വെച്ചിട്ടാണ് കാണുന്നത്. സീ ഓഫ് ജപ്പാൻ, ജപ്പാനിലെ മേഖലയാണത്. രാവിലെ 10:35 കണ്ടത്. MK-28 ടോർപിഡോ പ്രയോഗിച്ചു. MK-28 ടോർപിഡോ പ്രയോഗിച്ചു. പാമരത്തിൽ ഒരു തുള വീണു ഈ ടോർപിഡോ പ്രയോഗിച്ചപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇത് ഹാർബറിൽ നങ്കൂരമിടാനായിട്ട് പോയി കപ്പല്. പിന്നെ ഇതിനെ പിടിക്കാനായിട്ട് ടോർപിഡോകൾക്ക് പറ്റിയില്ല. ടോർപിഡോകൾ അയച്ചെങ്കിലും തകർക്കാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക്, അന്ന് തന്നെ ഉച്ചയ്ക്ക് CD-13 എന്ന് പറഞ്ഞ ചരക്ക് കപ്പല് എന്നെ കണ്ടു. ഈ ടോർസ്കിനെ പിടിക്കാനായിട്ട് പോയ അകമ്പടി കപ്പലാണത്. മറ്റേ കപ്പലിനെ ആക്രമിച്ചല്ലോ. അപ്പോ ഈ ടോർസ്കിനെ പിടിക്കാൻ പോയ അകമ്പടി കപ്പല്, അതാണ് CD-13. അതിനെതിരെ ടോർസ്ക് MK-27 ടോർപിഡോ പ്രയോഗിച്ചു. 400 അടി താഴെ നിന്ന്, കടലിന്റെ അടിയിൽ നിന്ന് ആണ് പ്രയോഗിച്ചത്. QT എന്ന് പറയും. ആ ടോർപിഡോയ്ക്ക് QT എന്നും പറഞ്ഞിരുന്നു. CD-13 അങ്ങനെ മുക്കി. അതാണ് അവസാനം മുക്കിയ കപ്പൽ 1945. 7 മണിക്കൂർ ടോർസ്ക് പിന്നീട് മുങ്ങിക്കിടന്നു അന്തർവാഹിനി. ബാൾട്ടിമോർ ഈ ഷിപ്പ് കളക്ഷനിൽ ഈ ടോർസ്ക് ഇപ്പോൾ അവിടെ ഉണ്ട്. ഇതാണ് അവസാനം അമേരിക്ക മുക്കിയ കപ്പലുകൾ, അമേരിക്കൻ അന്തർവാഹിനികൾ ടോർപിഡോ പ്രയോഗിച്ച് മുക്കിയ കപ്പലുകളുടെ കഥ. ജപ്പാൻ കപ്പലുകളെയാണ് അന്ന് മുക്കിയത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.